വെൽക്കം ടു മൂവി ബ്രാൻഡ്. കഴിഞ്ഞ ദിവസമായിരുന്നു കടുത്ത പനിയും ശ്വാസതടസ്സവും നേരിട്ടതിനെ തുടർന്ന് നടൻ മോഹൻലാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായുള്ള വാർത്തകൾ പുറത്തെത്തിയത്. കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന താരം ഇപ്പോൾ ആശുപത്രി വിട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തെത്തുന്നത്. നിലവിൽ താരം വീട്ടിൽ തന്നെ വിശ്രമത്തിലാണ്. മോഹൻലാൽ ചികിത്സ തേടിയ കാര്യം ആശുപത്രി അധികൃതർ തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. തുടർന്ന് 5 ദിവസത്തെ വിശ്രമം അദ്ദേഹത്തിന് നിർദ്ദേശിച്ചിട്ടുണ്ട്. തിരക്കുള്ള സ്ഥലങ്ങളിൽ സന്ദർശനം ഒഴിവാക്കണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം താരം ഗുരുതരാവസ്ഥയിലാണെന്നും ICUവിലാണെന്നുമെല്ലാം ചില വ്യാജ വാർത്തകളും പ്രചരിച്ചിരുന്നു. ഈ വേളയിൽ അമൃത ആശുപത്രിയിലെ ഒരു ഡോക്ടറുടെ തന്നെ തരത്തിൽ പ്രചരിക്കുന്ന ഓഡിയോയാണ് വൈറലായി മാറുന്നത്. ഒരു യൂട്യൂബ് ചാനൽ പുറത്തുവിട്ട വീഡിയോയിലാണ് ഇതേക്കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തിന് പനി ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും ഡോക്ടർമാർ പറയുന്നത് കേൾക്കാം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: വെറുതെ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നതാണ്. എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പനി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പനി വലിയ പ്രശ്നമായതുകൊണ്ട് തന്നെ പൂർണ്ണമായി വിശ്രമം ആവശ്യമാണെന്നും തിരക്കുള്ള സ്ഥലങ്ങളിൽ സന്ദർശനം ഒഴിവാക്കണമെന്നും ഉപദേശം എഴുതി കൊടുത്തു. അവർക്ക് പ്രോഗ്രാമുകൾ ഉള്ളതുകൊണ്ട് തന്നെ പറയണമല്ലോ ഇങ്ങനെ പോകാൻ പറ്റില്ലെന്ന്. അത് എങ്ങനെയോ ലീക്കായിട്ട് ലാസ്റ്റ് അദ്ദേഹം ICUവിലാണെന്നൊക്കെയാണ് പറഞ്ഞിറക്കിയത്. അതിനൊന്നും ഒരു സത്യാവസ്ഥയുമില്ല. അദ്ദേഹം സ്ഥിരം അമൃതയിൽ തന്നെയാണ് ചികിത്സിക്കുന്നത്. അദ്ദേഹത്തിന്റെ അമ്മയെയും അമൃതയിൽ തന്നെയാണ് ചികിത്സിക്കുന്നത് എന്നുമാണ് ഡോക്ടർ പറയുന്നത്. തന്റെ ഷൂട്ടിംഗ് തിരക്കുകളിലായിരുന്നു മോഹൻലാൽ. എമ്പുരാന്റെ ഗുജറാത്ത് ഷൂട്ടിംഗ് ഷെഡ്യൂളും തന്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളും പൂർത്തിയാക്കിയ താരം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് കൊച്ചിയിൽ തിരിച്ചെത്തിയത്. പിന്നാലെയാണ് ശാരീരിക അസ്വസ്ഥതകൾ തോന്നി തുടങ്ങിയത്. അതേസമയം മോഹൻലാലിന്റെ ബറോസ് എന്ന ചിത്രമാണ് ഇനി പുറത്തെത്താനുള്ളത്. ഒക്ടോബർ 3-നാണ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തുന്നത് എന്നാണ് മോഹൻലാൽ അറിയിച്ചിരിക്കുന്നത്. ബറോസ് ഗാർഡിയൻ ഓഫ് ദി ഗാമാസ് ട്രഷർ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ജിജോ പുന്നൂസാണ് ചിത്രത്തിന് തിരക്കഥ എഴുതിയിരിക്കുന്നത്. മലയാളത്തിലെ ഇതുവരെ കാണാത്ത ദൃശ്യവിസ്മയമായിരിക്കും ബറോസിലൂടെ പ്രേക്ഷകർ ലഭിക്കാൻ പോകുകയെന്നും തന്നെയാണ് സിനിമാ പ്രേമികളുടെ പ്രതീക്ഷ. 3Dയിലാണ് ചിത്രം എത്തുന്നത്. ഫാന്റസി ജേണറിലാണ് ചിത്രം ഒരുക്കുന്നത്. ടൈറ്റിൽ കഥാപാത്രമായ ബറോസായി എത്തുന്നതും മോഹൻലാൽ തന്നെയാണ്. സന്തോഷ് ശിവനാണ് ചിത്രത്തിന് ഛായാഗ്രാഹകണം നിർവഹിക്കുന്നത്. ലിഡിയൻ നാദസ്വരം എന്ന 18 വയസ്സുകാരനാണ് ചിത്രത്തിനായി സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. TK രാജീവ് കുമാറാണ് ചിത്രത്തിന്റെ ടെക്നിക്കൽ ഹെഡ്. വാസ്കോ ഡ ഗാമയുടെ നിധി സൂക്ഷിപ്പുകാരനായ ബറോസ് എന്ന ഭൂതത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. നിധി തേടി ഒരു കുട്ടി ബറോസിന് മുന്നിൽ എത്തുന്നതാണ് കഥ പ്രമേയം. ബറോസ് എന്ന ഭൂതമായാണ് മോഹൻലാൽ വേഷമിടുന്നത്. 40 വർഷത്തെ അഭിനയ ജീവിതത്തിലെ മുഴുവൻ അനുഭവമായാണ് മോഹൻലാൽ സംവിധാന മേഖലയ്ക്ക് തിരിഞ്ഞത്.